അങ്ങേറ്റം സങ്കടമുണ്ടാക്കുന്ന സിനിമാ പ്രേമികൾക്ക് വലിയ വിടവ് ഫീൽ ചെയ്യുന്ന ഒരു വാർത്തയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എന്നുള്ളതാണ് ആ വാർത്ത. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. കുറച്ച് പ്രശ്നമായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് ഗുരുതരമായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യാവസ്ഥ. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആരോഗ്യകരമായ ജീവിതത്തിലേക്കും സിനിമയിലേക്കുമൊക്കെ മടങ്ങി വരും എന്നൊരു പ്രതീക്ഷ സഹപ്രവർത്തകർക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ നിഷ്ഫലമാക്കി കവിയൂർ പൊന്നമ്മ യാത്രയാവുകയാണ്. നേരത്തെ ശ്രീകാന്ത് പറയുന്ന പോലെ അവർ അഭിനയിച്ച് ഫലിപ്പിച്ച ഒരുപാട് ചിത്രങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ആ ഓർമ്മകൾക്ക് മരണമില്ല എന്ന് പറയാമെങ്കിൽ കൂടിയും മലയാളത്തിലെ ഒരു മാതൃഭാവം അല്ലെങ്കിൽ മലയാള സിനിമയിലെ അഭ്രപാളിയിലെ അമ്മ പ്രതീകം എന്നൊക്കെ കൃത്യമായി പറയാവുന്ന ഒരു നടിയാണ്. എത്രയെത്രയോ സിനിമകൾ ഇപ്പോൾ മോഹൻലാൽ കവിയൂർ പൊന്നമ്മ ആ ദ്വയം അമ്മ മകനായി അഭിനയിച്ച എത്ര ഇപ്പോൾ ചെങ്കോലാവട്ടെ, കിരീടമാകട്ടെ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളാവട്ടെ, അങ്ങനെ ഒരുപിടി സിനിമകൾ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പോലും അല്ലെങ്കിൽ ഈ സമയത്ത് പോലും ചിലപ്പോൾ ട്രോളായൊക്കെ ഉണ്ണി എന്നിങ്ങനെ വിളിക്കുന്ന ആ ഹിസൈന സബ്ദുള്ളയിലെ മനസ്സിന് സുഖമില്ലാത്ത ആ മുത്തശ്ശി അല്ലെങ്കിൽ ആ തമ്പുരാട്ടി, അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ബാക്കിയാക്കിയാണ് കവിയൂർ പൊന്നമ്മ ഇപ്പോൾ വിട പറയുന്നത്. പ്രജിൻ സി കണ്ണൻ ചേരുന്നുണ്ട്. പ്രജിൻ, കഴിഞ്ഞ കുറച്ച് നാളുകളായി, അധിക നാളായിട്ടില്ല, കുറച്ച് നാളുകളായി മലയാള സിനിമയിൽ അത്ര സജീവമല്ല കവിയൂർ പൊന്നമ്മയെങ്കിലും കവിയൂർ പൊന്നമ്മ അഭ്രപാളിയിൽ അവതരിപ്പിച്ച് തകർത്ത അല്ലെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിച്ച ഒരുപിടി അമ്മ കഥാപാത്രങ്ങൾ, അതിനൊരു കാലത്തും മരണമുണ്ടാകില്ല. പ്രജിൻ. തീർച്ചയായിട്ടും ഹാഷ്മി, അത് തന്നെയാണ് നമ്മൾ മലയാള സിനിമയിലെ ഒരു അമ്മ മുഖം എന്ന രീതിയിൽ തന്നെയാണ് കവിയൂർ പൊന്നമ്മ അറിയപ്പെടുന്നത്. നമുക്ക് പൊന്നമ്മ ചേച്ചിയുടെ മുഖം മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ അവർ അഭിനയിച്ച് തീർത്ത ഒരുപാട് അമ്മ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ ഏറ്റവും അവസാനമായി പുറത്തുവന്ന സിനിമകളിൽ ഒന്ന് അത് ആഷിഖ് കപൂറിൻ്റെ ഒരു ആന്ത്രോളജി ഈ പടമാണ്. ആ പടത്തിൽ അതിൽ റാണി എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കഥാപാത്രം, അത് പൊന്നമ്മ ചേച്ചി ഇതുവരെ അഭിനയിച്ച കഥാപാത്രങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. റാണി എന്ന് പറയുന്ന ആ സിനിമയിൽ ഒരു വല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുന്ന ഒരു അമ്മയായി അവരെ നമ്മൾ കണ്ടു. പക്ഷേ നേരത്തെ ഹാഷ്മി പറഞ്ഞത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ചെങ്കോലും കിരീടവും തനിയാവർത്തനവും ഒക്കെ നമ്മളെ കണ്ടു നനയിപ്പിച്ച ഒരുപാട് രംഗങ്ങൾ കവിയൂർ പൊന്നമ്മ ബാക്കിയാക്കി പോവുകയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ആഷിഖ് കപൂറിന്റെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അവരുടെ അഭിനയത്തിന്റെ വേറൊരു തലം കൂടി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം മലയാള സിനിമയിലെ മാതൃഭാവത്തിന്റെ പ്രതീകമായി മാറിയ ഒരു നടിയാണ്, ഒരു അഭിനേത്രിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. നാടകങ്ങളിലൂടെ വന്ന് പിന്നീട് സിനിമാ മേഖലയിൽ വരികയും അവിടെ കൃത്യമായ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്ത ഒരു അഭിനയ പ്രതിഭയ്ക്ക് ഇപ്പോൾ വിടവാങ്ങലാകുന്നു. അത് കനത്ത നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അരനൂറ്റാണ്ട് കാലത്തെ ഈ സിനിമാ ജീവിതത്തിനിടയിൽ നിരവധി പുരസ്കാരങ്ങളും അവരെ തേടിയെത്തി എന്നുള്ളത് അവരുടെ അഭിനയ മികവിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടി ആയി മാറുന്നുണ്ട്. 20-ാം വയസ്സിൽ ആദ്യമായി മലയാള സിനിമയിലേക്ക് വരുന്ന ആ സമയത്ത് തന്നെ അമ്മ വേഷങ്ങൾ ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരെ വ്യത്യസ്തയാക്കുന്ന ഒരു ഘടകം. സത്യൻ ഒപ്പം മധു ഇവർക്കൊക്കെ അമ്മയായി കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിരുന്നു. ഒപ്പം ഏറ്റവും പുതിയ തലമുറയിലെ ആൾക്കാരുടെ അമ്മയായും അമ്മൂമ്മയായും ഒക്കെ നമ്മൾ കവിയൂർ പൊന്നമ്മയെ കാണുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ മോഹൻലാലുമായി ചേർന്ന് അമ്മ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആ രംഗങ്ങൾ, അതെല്ലാം എന്നും മലയാളികൾ അല്ലെങ്കിൽ മലയാള സിനിമയെ നെഞ്ചോട് ചേർക്കുന്ന എല്ലാവർക്കും എന്നും ഓർക്കാൻ പോകുന്നതാണ്. അത്തരത്തിൽ ഒരുപാട് പടങ്ങൾ അവരുടേതായി മാത്രമുണ്ട്. മൂലധനം എന്ന് പറയുന്ന നാടകത്തിലൂടെ ആദ്യകാലത്ത് അവർ പ്രശസ്തി നേടുകയും പിന്നീട് ആ വഴി തന്നെയാണ് സിനിമയിലേക്ക് അവർ വരികയും ചെയ്തത്. കുടുംബിനി എന്ന ചിത്രത്തിൽ 2 കുട്ടികളുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ടാണ് വെള്ളിത്തിരയിലേക്ക് വരുന്നത്. അന്ന് മുതൽ ഈ അമ്മ വേഷങ്ങൾ കവിയൂർ പൊന്നമ്മയ്ക്കൊപ്പം ഉണ്ട് എന്ന് തന്നെ പറയാം. 1960 മുതൽ 2022 വരെയുള്ള ആ സമയത്ത് അവർ സജീവമായി സിനിമയിലൊക്കെ ഉണ്ടായ ആ ഒരു സമയമാണ്. അങ്ങനെ ആ സമയത്തൊക്കെ തന്നെ സിനിമയിൽ നിറഞ്ഞു നിന്ന പൊന്നമ്മ ചേച്ചിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം നിരവധി നേട്ടങ്ങൾ അവർ സ്വന്തമാക്കുകയും ചെയ്തു. 1971, 72, 73 എന്നീ വർഷങ്ങൾ തുടർച്ചയായി. പിന്നീട് 94-ൽ മികച്ച 2ാമത്തെ നടിക്കുള്ള പുരസ്കാരം കവിയൂർ പൊന്നമ്മ നേടിയിരുന്നു. അതെല്ലാം അവരുടെ പ്രതിഭയ്ക്കുള്ള പുരസ്കാരങ്ങളാണ്. ഒപ്പം 400-ലേറെ ചിത്രങ്ങളിൽ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അമ്മ വേഷങ്ങളാണെന്ന കാര്യം നമുക്ക് അറിയാവുന്നതുമാണ്. അപ്പോൾ